إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സത്യവിശ്വാസിനിമാരെ, അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശനത്തിൽ ജീവിതത്തെ പ്രത്യേക ഹന്തത്തിലും രഹസ്യമായിട്ടും അരഹസ്യമായിട്ട് എല്ലാ സന്ദർഭത്തിലും അവന്റെ പേടിച്ചിട്ട് മുത്തക്കിയേക്ക് ജീവിക്കൊണ്ടിരുന്നു. സ്വന്തത്തെ മറക്കാനത്ത് എല്ലാ ഓരോ നഫ്സിലൊട്ടിനും വസിയത്തായിക്കുന്നില്ല, ഉപദേശിച്ചിട്ടില്ല. വിശുദ്ധ സഹോദര സഹോദരിമാരെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഞങ്ങൾ ഫോളോ ആക്കിയിട്ടുള്ളതായിട്ട് ഞങ്ങളുടെ കൾച്ചർ, ഞങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇല്ലാത്തായെങ്കിൽ ഞങ്ങൾക്ക് അനാചാരമായിട്ട് എടുത്തു വന്നിട്ടുള്ളതായിട്ട് വേറെ സമുദായത്തെ ഒരു കൾച്ചർ ഞങ്ങളെ മണ്ണിലങ്ങാവട്ടു ഇല്ലാത്തായെങ്കിൽ ഞങ്ങളെ വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആവട്ടു ಅದಕ್ಕೆ ನಾವು ಎರ್ತ ಬಂದಂತುಳ್ಳದಾಗಿದ್ದು ಪ್ರೇರಣೆ ಐತೆ ನಂಗೆ ಎರ್ತ ಬಂದಂತುಳ್ಳದಾಗಿದ್ದು മോഡൽ റോൾ മോഡൽ ആയിട്ട് ഞങ്ങൾ എത്ര ബന്ധത്തിലുള്ളതായെങ്കിൽ ആവശ്യമെങ്കിൽ നസറാണി അതേപോലെ ജൂതന്മാരതെത്തിക്കും ഞങ്ങൾ നേരായിട്ട് എടുക്കാനായിട്ട് റോൾ മോഡൽ ആയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എടുക്കാനായിട്ട് കുറെ ആൾ മാറുക, ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഫോളോ ആക്കാനായിട്ട് കുറെ ആൾ മാറുക. അത് ആലോചനത്തായെങ്കിൽ 1400 വർഷം മുമ്പ് വന്നതായിട്ട് ഞങ്ങളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ അനുയായിമാരായിരിக்கிறார், സ്വഹാബാക്കന്മാരായിരിக்கிறார். റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ സ്വഹാബാക്കന്മാരായിരിக்கிறார். അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഇരിക്കണം, അങ്ങനെ ജീവിതം ഇരിക്കണം ഞങ്ങൾ ഫോളോ ആക്കാനായത്. ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഇരിക്കണം ഞങ്ങൾ പടിപാടി കൊടുക്കാനായത്. എങ്ങനെ ഇന്നാ സ്വന്തം ഇരിക്കണം ഞങ്ങൾ പടിപാടി കൊടുക്കാനായത്. അങ്ങനത്തെ ഒരു ജീവിതം ഇരിക്കണം ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ആക്കാനായത്. നോക്കൂ സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കന്മാരെ വിശദീകരിച്ചു. ഖൈറുൻ നാസി ഖർനി ثم الذين يلونهم ثم الذين يلونهم എന്നുവെച്ചിട്ട് ആൾമാരിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായ ആൾമാർ ആലോചനത്തായെങ്കിൽ അത് സ്വഹാബാക്കന്മാരെ എനിക്ക് ചൊല്ലുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. അതിൽ പിന്നെ താബിഈന്റെ ആൾമാർ, അതിൽ പിന്നെ പണ്ടതായിട്ട് ആൾമാർ ചൊല്ലുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിപാടി തന്നു. സഹോദരന്മാരെ, എത്ര സ്വഹാബാക്കന്മാരെ ചരിത്ര ഞങ്ങൾ ഓതുമ്പോൾ ഞങ്ങളുടെ കണ്ണു തന്നിക്കൊണ്ട് അങ്ങനെ അങ്ങ് ಬಂದಿದ್ದಾಗಿತ್ತೆ, അങ്ങ് ഈ ദീനിന് വേണ്ടിയിട്ട് ಬಂದಿದ್ದಾಗಿತ್ತೆ. ആ സാക്രിഫൈസ് ആ നൊമ്പലങ്ങ അത് മാത്രം ഞങ്ങൾ തെല്ല് ഒരു പിടി പോലും ഞങ്ങൾ അനുഭവിച്ചിട്ടായെങ്കിൽ ഞങ്ങൾക്ക് എത്രമാക്കിക്കവരാവുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ಗೊತ್ತಿಲ್ಲದಾಗಿತ್ತೆ ഒരു സ്വഹാബിയായിട്ട് മിസ്അബ് ബിൻ ഉമൈർ എന്റെ ജീവിത ചരിത്രം നോക്കുമ്പോൾ എത്തായെങ്കിൽ എത്ര കഷ്ടമാണ്. ഭയങ്കര മിസ്അബ് റളിയല്ലാഹു അൻഹു എത്തായെങ്കിൽ
പണ്ടത്തെ കാലഘട്ടത്തിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് സെന്റും കോസ്റ്റ്ലി ആയിട്ട് ഡ്രസ് ഇട്ട് ആളായിട്ട് മക്കത്തെ തെരളു മിസ്സബറല്ലാഹു അൻഹു നടന്ന ബಣ್ಣത്തായി എത്രമാ ദൂരത്തിൽ നിന്ന് ആൾമാർക്ക് ಗೊತ್ತಾಗಿ മിസ്സബ് വന്നു ചില അത്തരം നല്ല സ്മെല്ലുള്ളതായിട്ട് സെന്റിട്ട് മിസ്സബറല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന മുന്നത്തെ വിഷയത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ മിസ്സബറല്ലാഹു അൻഹു ഔത്തിൽ നിന്ന് ദൂരാത്തരാണ് ഔത്തിൽ ഉമ്മ ഉണ്ടാവും രാജ്യത്തെ ഔദ്യോഗികത്തെ എല്ലാ സമ്പത്തും ആ ഉമ്മം ആ ഉത്തം നഷ്ടപ്പെട്ടാൽ കാല് കൈയിലേക്ക് ഇസ്ലാമിനെ പിടിച്ചൊത്തു ഇസ്ലാമിന് വേണ്ടിയിട്ട് കാല് കൈയിലേക്ക് ദീനു വന്നതിൽ പിന്നെ ഇസ്ലാമു വന്നതിൽ പിന്നെ ദീനു സജീവമായിട്ട് പണിയെടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ഫസ്റ്റ് റസൂൽ കൊണ്ട് മുന്നേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കർത്തർ എന്ത് വിഷയത്തായെങ്കിൽ മദീനത്തെ ആൾമാർക്ക് ദീനത്തിനെ തെറ്റുവാട്ടോ റസൂൽ കൊണ്ട് മുന്നേ അവരുടെ ആൾമാർ ഇസ്ലാം സ്വീകരിച്ചതാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഒത്തുള്ള വിഷയമായിരിക്കണം നോക്കൂ. ಇದಕ್ಕೆ ಮೈಂಡ್ ಕಾರಣಾയിരിക്കണം റസൂലുള്ളാഹി അവർ വീട്ടിൽ ദീൻ പ്രചാരക്കാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ നിന്ന് മദീനത്തിൽ ഹിജ്റ പോയ സന്ദർഭത്തിൽ അവരുടെ ആൾമാരെ നോക്കിയിട്ട് റസൂൽ ഭയങ്കര പൊസിയാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അത്ര ആൾമാരെ കൂടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തേണ്ടു നന്റെ മിസ്സ ഓടുന്നു ചൊത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്സ റളിയല്ലാഹുവിന്റെ വിളിക്കുന്നു. ആ വിളിക്കുന്ന സന്ദർഭത്തിൽ മിസ്സ റളിയല്ലാഹുവിന്റെ വിളിക്കുന്ന സന്ദർഭത്തിൽ മിസ്സ റളിയല്ലാഹു കണ്ടു. ആ കണ്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്സ റളിയല്ലാഹുവിനെ നോക്കിയിട്ട് നമ്മൾ ധാരാളമായി തന്നെ കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറാവും. മിസ്സ റളിയല്ലാഹു കണ്ടു അൽക്ക മെഞ്ഞതായിട്ട് മിസ്സ റളിയല്ലാഹു മെഞ്ഞത് മാത്രമല്ല ഡ്രസ് പോലും ഒരു ഗോഡി അതേപോലെ മേൽഗോൾ ഗോഡി മിസ്സ റളിയല്ലാഹു ജീവിച്ചു. എങ്ങനെയുണ്ട് മിസ്സ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ച പേരിൽ അങ്ങനെ അവസ്ഥയെ ശരിയാക്കിയാണ്, അങ്ങനെ ലൈഫ് സ്റ്റൈലിനെ ശരിയാക്കിയാണ്. അത് മാത്രമല്ല ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മിസ്സ റളിയല്ലാഹു ഷഹീദാവുന്നു. ഈ സന്ദർഭത്തിൽ പോലും മിസ്സ റളിയല്ലാഹു സമത്തರು ತುಡಿ ಪೋರುಲ್ಲ ವಿಸವರಿಲ್ಲವಾಹನಗು ಸಮಂತೆ ಮೇಲ್ಗೆ ಆ ಮಯಂತ್ರ ಮೇಲ್ಗೆ ಬೇಕೋ ಸಮಂತರ ತುಡಿ ಪೋಲು ಬರ್ತಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ವಿಸವರಿಲ್ಲವಾಹನನ್ನು ಇದೀನಿಲ್ಲಿ ಹುಟ್ಟುಬಾಯಿತು. ಸಹೋದರಮಾರೆ ನನಗೆ ಎತ್ತರ ಈ ದೀನಿನ ಮೇಲೆ ಸಹಿತ ನನ್ನ ಸ್ವಂತದಲ್ಲಿ ಕೇಳ್ಕೊಳ್ಳು ಇತ್ರಮ ವರ್ಷ ಇತ್ರ ಮುಸ್ಲಿಂ ಅಲ್ಲಿ ಜೀವಿಸಿರ ಮುಸ್ಲಿಂ ಅಲ್ಲಿ ಎತ್ತರ ವರ್ಷ ಇತ್ತು ಜೀವಿಸಿರ ಈ ದೀನಿಗೆ ಬೇಕಿತ್ತು ನಂಗೆ ಎತ್ತರ ಸಹಿತ ಅಂತ ನನಗೆ ಸ್ವಂತ ತೊಟ್ಟಿಗೆ ನನಗೆ ಕೇಳ್ಕೊಳ್ಳು ನೋಕೋರು. ಅದೇ ಗೊತ್ತರ ಸಹಾಬಿ ಹೇಳಿತ್ತು ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಒತ್ತ ಧಾರಾಳವಾಯಿತು ಬುಡ್ಬುಡ್ರು ಸಹಾಬಕಮಾರ್ ಕೇಳ್ತಾರೆ ನಿಂದೆ ಉಮರ್ ನೀ ನಮ್ಮನಿಗೆ ಬುಡ್ಬಿಟ್ಟು ಹೋಗ್ಲಿ ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു എനിക്ക് സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ ഒരു ചെറുതല്ലേ ചാൻസ് കിട്ടുവോ ചൊല്ലതായിട്ട് നിർച്ചിട്ടായിരിക്കും ഉമർ റളിയല്ലാഹു അൻഹു ബുഡ്ബുഡ്രി ആരായിട്ടിരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർക്ക് സ്വർഗ്ഗം ചൊല്ലിട്ടായിട്ട് ആ ഉമർ സ്വർഗ്ഗത്തിൽ ഒരു ജാഗയായിട്ട് സ്വർഗ്ഗത്തിൽ കിട്ടുവോ ചൊല്ലു നിർച്ചിട്ടായിരിക്കും ബുഡ്ബുട്ടവല്ലേ നോക്കൂ. ഞങ്ങൾക്ക് ഒരു സഹാബിയായിട്ടാകുമ്പോൾ ഒരു തൗഹീദായിട്ടാകുമ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചുള്ള അഞ്ചോക്തി നിസ്കരിച്ചുള്ള ഞങ്ങൾ നോമ്പിടിച്ചുള്ള ഞങ്ങൾ സ്വതക്ക കൊടുത്തുള്ള ഞങ്ങൾ സ്വർഗത്തിൽ നിശ്ചിട്ടുള്ള അങ്ങ് പോയി അങ്ങ് അത്തരം കഷ്ടപ്പെട്ടിട്ട് അങ്ങ് പോയതായിട്ട് അതേ സ്വർഗത്തിൽ പോകല്ലേ ഞങ്ങൾ മാസി വെച്ചത് നോക്കൂ. ഇബ്നു മുലൈക ചൊല്ലുകയായിട്ട് ഒരു താബി പണ്ഡിതൻ ചൊല്ലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുമാരുടെ ലിസ്റ്റ് വന്ന ആ സന്ദർഭത്തിൽ മുനാഫിക്കുമാരുടെ ആ ലിസ്റ്റ് വന്ന സന്ദർഭത്തിൽ രണ്ട് കുറേ സ്വഹാബാക്കന്മാർ പേടിച്ചാൽ എന്റെ പേര് മാത്രം മുനാഫിക്കുമാരുടെ ലിസ്റ്റ് ബർവാജൊന്ന് പേടിച്ചാൽ അതിൽ ഫസ്റ്റ് കഴിച്ചുണ്ടാക്കിയ പേര് എഴുതിക്കല് ഞങ്ങളെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഹൈറ്റിക്കല് അതിന് പേടിച്ചിട്ട് എന്റെ പേര് മാത്രം ആ മുനാഫിക്കുമാരുടെ ലിസ്റ്റ് പോവാൻ. അതേപോലെ ഇബ്നു ഉമർ മുത്തഖിസുന്ന ചുറ്റ അറിയപ്പെട്ടതായിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിന് പോലും പേടിച്ചിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ കുറേ സ്വഹാബാക്കന്മാർ. സഹോദരന്മാരെ ഇന്ന് ഞങ്ങളുടെ മുനാഫിക്കുമാരുടെ സ്വഭാവം എന്തും ഞങ്ങൾക്കൊരു ക്യാരനല്ല, ഞങ്ങൾക്കൊരു ക്യാരനല്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് ഞങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളൂ. ഇനി നോക്കൊരു ഉമർ റളിയല്ലാഹു അൻഹു
സദസ്സിൽ വെച്ചിരിക്കുന്ന സന്ദർഭത്തിൽ എതിർ കുറേ സ്വഹാബാക്കന്മാർ വെച്ചിരിക്കാറ്. ഈ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുക കേട്ട ആൾമാരെ നിങ്ങളിലെത്തി ആരായെങ്കിൽ തെളിവത്ത് നിങ്ങൾ ദീനിന് വന്നപ്പ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ വന്നതായെങ്കിത്തെ ആ കഷ്ടത വിഷയത്തിൽ കൂടെ വന്ന് ചൊല്ലുവരും ഞങ്ങൾ ഈമാനത്തിൽ സ്ട്രോങ് ആവട്ടെ ചൊല്ലു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു. ഈ സന്ദർഭത്തിൽ ആർക്കും പറവു മനസ്സുകൊണ്ട് ചിന്തിച്ചായെങ്കിൽ ആരും അങ്ങനത്തെ ഒരു പ്രതീക്ഷയില്ലാത്ത അങ്ങനത്തെ ഒരു ചൊല്ലു അങ്ങനത്തെ ഒരു വിഷയത്തിലില്ലാത്ത ലാസ്റ്റിൽ ആൾമാരെ ഫോഴ്സിലായിട്ട് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അവിടെ സ്വഹാബാക്കന്മാർ കർത്തര ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ആർക്കും മുന്നില്ല. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു എന്തൊരു ഇസ്ലാമിന് വേണ്ടി ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. ആണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അതിന്റെ ഡ്രസ്സിനെ ബാക്കിൽ ഇതാക്കി കാട്ടും അതിന്റെ മുദ്രയെ കാട്ടും. ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് മുഖത്തിരിക്കും. എന്തിനായിട്ട് ഹബ്ബാബ് നിങ്ങളുടെ ബുദ്ധി എന്തിനായിട്ടില്ലേ ചൊല്ല് കേൾക്കുമ്പോ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ബുദ്ധി അനുകരിച്ചിട്ടുണ്ടായെങ്കിൽ കാലിൽ മുന്നു മാത്രം മുതിരിൽ നിന്ന് എച്ചെന്തും ഇല്ലാതായിരിക്കും. അങ്ങനത്തെ ഒരു അത്തരം കഷ്ടത്തിലേക്ക് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ചൊല്ലു എന്റെ തനി ഞാനോട് അടിമയത്തിനെ എന്റെ തനി ഇസ്ലാം സ്വീകരിച്ച പേരിൽ എറുപ്പിനെ കട്ടിൽ ചൂടാക്കിട്ട് അതിൽ രണ്ട് ഇങ്ങനെ ബന്ധത്തി എന്നെ പറ്റി ചൊല്ലു. ആ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ചൊല്ലു റളിയല്ലാഹുവിന്റെ കണ്ണിൽ ധാരാളമായിട്ട് തന്നെ വണ്ടി ഇത്തരം ത്യാഗം അനുഭവിച്ചതായിട്ട് ആൾമാരായിരിക്കാണ് ആ സ്വഹാബാക്കന്മാർ. അങ്ങ് പോയതായിട്ട് അതേ സ്വർഗത്തിലല്ലേ സഹോദരന്മാരെ ഞങ്ങൾ കൊതിച്ചത്. ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നതായിട്ട് അങ്ങ് അത്തരം നാളുകൾ എല്ലാവരും ചൊല്ലുകിത്തു അങ്ങ് പേടിച്ചു എന്നാൽ ഞങ്ങൾക്ക് എന്തും ചൊല്ലുകില്ലാതെ ഞങ്ങൾക്ക് ധൈര്യമായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും ഫിക്സ് ആയിട്ടുള്ള സഹോദരന്മാരെ വലിയൊരു അനാവത്തിലേക്ക് പോയതില്ല, വലിയൊരു ഡേഞ്ചറിലേക്ക് പോയതില്ല ചൊല്ലു എല്ലാവരും ചിന്തിക്കണായിരിക്കും. ഒരു സ്വഹാബാക്കന്മാരുടെ വിഷയത്തിൽ പഠിക്കപ്പെടുന്നതായെങ്കിൽ എത്ര സ്വഹാബാക്കന്മാരുള്ള എത്ര സ്വഹാബാക്കന്മാരുടെ ചരിത്രം കൊണ്ട് നമുക്ക് പഠിക്കപ്പെടുന്നതായെങ്കിൽ അതേറ്റിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾ നിങ്ങൾ ചൊന്നു കൊടുക്കണായത്. ഞങ്ങളുടെ ഫാമിലിയിൽ ഇതേറ്റിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു വിഷയിട്ടിക്കൊണ്ട് എത്തുപാടാനായത്. ഞങ്ങളുടെ രായത്തങ്ങൾക്ക് ഇങ്ങനത്തെ വിഷയിട്ടിക്കൊണ്ട് എത്തുപാടാനായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കന്മാരുടെ വിഷയത്തിൽ ചൊല്ലു لا تسبوا الأصحابي فلو أن أحدكم أنفق مثل أحد ذهبا ما بلغ مد أحدهم ولا نصيفه. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു സ്വഹാബാക്കന്മാർക്കും നോർമൽ ആൾമാർക്കും ഉള്ളതായിട്ട് ഡിഫറൻസ് വിഷയത്തിൽ ചൊല്ലു. നോർമൽ ആയിട്ട് ആൾമാർ ഉഹുദ് മലരത്ര ഒരാൾക്ക് സ്വതക്ക കൊടുത്താൽ താനാക്കിയാറുണ്ട്. അതും സ്വഹാബാക്കന്മാർ ഒരു പിടി സ്വതക്ക കൊടുത്തിരിക്കും സമാവല അതിനകത്ത് പാതിയായ സമ സ്വഹാബാക്കന്മാരുടെ ധാരാവളി ചൊത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അത്തരം വാല്യൂലേക്ക് ആൾമാരെ സ്വഹാബാക്കന്മാർ നിങ്ങളുടെ ജീവിതം എത്തിക്കണം. ഞങ്ങളുടെ ലൈഫ് നിങ്ങൾ എത്തുണ്ടായത് നിങ്ങളെ എത്തിക്കൊണ്ട് നിങ്ങൾ റോൾ മോഡലാക്കണമായിരുന്നു. നമുക്കൊരു സഹോദരന്മാരെ ഇടിയിൽ ഒരു ആയിഷ റളിയല്ലാഹു അൻഹ മൗത്ത് സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ മൗത്തിലെ ആ കട്ടിൽ നിന്ന് വരിക്കുന്ന സന്ദർഭത്തിൽ അവിടേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് ആ ആയിഷ റളിയല്ലാഹു അൻഹു പോയി ചൊല്ലു നിങ്ങൾ കുസിപ്പടവർ ബഷീർ യാ ഉമ്മി എന്റെ ഉമ്മ നിങ്ങൾക്ക് ഒരു കുസിപ്പടവർ എന്തേ കാരണം ചെന്നിട്ടായെങ്കിൽ ഖുർആനിൽ നിങ്ങളെ വിശുദ്ധ ആയത്തുകൾ വന്നു അണ്ട് നിങ്ങളെ മേൽ വ്യഭിചാര ആരോപണം വന്നപ്പോ അല്ലാഹുവിಗೆ ಸಾಕ್ಷಿ ನಿಂತರು ಅಲ್ಲಾಹ್ವಿಗೆ ಚಂದರು ವೈಹಿಬಾಯಿಗೆ ಸ್ತ್ರೀ ಚಂತು ಅಲ್ಲಾಹು ಚಂದರು ಚಂದು ಇಂಗ ಹತ್ರ ಮೇಲೆ ಸ್ಥಾನದಲ್ಲಿ ಪೆಂಡಿಗೆ ಇಟ್ಟಿಗೆ ನೀವು ಕೋಸಿ ಪಡಲು ಚಂದು ಚೊಲ್ಲಂಬು ಆಯಿಷಾ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ಚೊಲ್ಲು ಇಬ್ನು ಅಬ್ಬಾಸ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ನಡವುಂಡೆ ನೀವು ನಿಕ್ಕೋತೀರಾ ಅಂದ್ರೆ ನೀನು ಮದ್ಹಾಕಂಡ ನೀ ಪೋಟಿ ಚಂದು ಚೊಲ್ಲು ಎಂದೇ ಕಾರಣ ಜೊತೆ ಅನಂತರ ವಿಷಯ ಗೊತ್ತಿಸಿಲ್ಲ ലൈഫിൽ അനന്തര വിഷയം കൊതിച്ചിട്ടില്ല. ഞങ്ങളെ നാല് ആൾമാർ ചൊല്ലും ഇന്ന് ഞങ്ങളെ അനുഭവം അങ്ങനെ ഇരിക്കും ഞങ്ങൾ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ഇരിക്കും. നാല് ആൾമാർ നിന്റെ വന്ന് ചൊല്ലുമ്പോ നീ അയറ്റിക്കരു നിന്റെ നീ തയ്ച്ചിട്ട് ഇന്ന് പള്ളി നടന്നോല്ലേ അപ്പൊ ചൊല്ലുമ്പോ ആണല്ലേ അങ്ങനത്തെ പ്രശംസ അയറ്റിക്കണമെങ്കിൽ കേൾക്കുക ആഗ്രഹിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിൽ എന്തിനായെങ്കിൽ മറിയം ബീബി ആ നൊമ്പല സഹിച്ചു ആ പ്രസവത്തെ നൊമ്പല സഹിക്കുന്ന ആ സന്ദർഭത്തിൽ ചൊല്ലിലായെങ്കിൽ ഫല കേട്ടിക്കല് മറിയം ബീബി ചൊന്നു എന്നെ യാ ലൈതനി മിത് ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ
എൻ്റെ റബ്ബേ ആർക്കും അറിയാത്ത ഒരു ആളെത്ത് ഞാൻ മറിച്ച് ചെയ്യാത്ത റബ്ബേ ചൊല്ലതായിരിക്കത്തെ ആ ഫലം കഴിക്കുന്നത് ഐശ്വര്യമുണ്ടാവുമെന്ന് ചൊന്നു. എന്തേ കാരണം ചെന്നിട്ടായിരുന്നു റബ്ബുനക്ക് ഇത്രയുള്ള അനുഗ്രഹം തന്നത്, റബ്ബുനക്ക് ഇത്രയുള്ള അനുഗ്രഹം തന്നത്, എനിക്ക് കാർ തന്നത്, എനിക്ക് ബൈക്ക് തന്നത്, എനിക്ക് ഇത്ര വലിയ ആവ തന്നത്, എനിക്ക് സന്താനം തന്നത്, ഇത്രയുള്ള അനുഗ്രഹം തന്നത് റബ്ബു. ഈ റബ്ബു നാലക്കൽ അല്ലാഹു നിക്കോ എത്ര ടിക്കർ ഞാൻ ആൻസർ ആക്കോ ചൊല്ലിലേക്ക് നിർച്ചിലേക്ക് ഐശ്വര്യമുണ്ടാവുമെന്ന്. സഹോദരന്മാരെ, ഞങ്ങളുടെ ലൈഫ് എങ്ങനെയുണ്ട്? ഞങ്ങൾ ഓർക്കാൻ നിർച്ചമോ ഞങ്ങളുടെ മൂത്ത് വന്നേ ഞങ്ങളുടെ അവസ്ഥ എത്രയായിരിക്കും? ഞങ്ങളുടെ ആഹ്റത്തിൽ അല്ലാഹു നിൽക്കുമ്പോ ഞങ്ങളുടെ അവസ്ഥ എത്രയായിരിക്കും? സ്വഹാബാക്കന്മാര് അങ്ങ് വന്നതായിട്ട് ദീനിന് വന്നതായിട്ട് ഒരേ കണക്ക് ചൊല്ലിക്കൂ. സഹോദരന്മാരെ, ഞങ്ങൾ ഈ ദീനിന് വേണ്ടി എങ്ങനെ സഹിച്ച ഇന്ന് ചിലപ്പോൾ ഞങ്ങൾക്ക് ചൊല്ലാം ഇന്ദ്രശനെങ്കിൽ മുന്നത്തെ പോലെ അടിയില്ല, യുദ്ധമില്ല, അങ്ങനത്തെ സാക്രിഫൈസ് ആക്കാവുന്ന ചുറ്റുന്ന മനസ്സിൽ പ്രശ്നങ്ങളാണ്. സഹോദരന്മാരെ, അങ്ങനെ അണ്ട് ആ സ്വഹാബാക്കന്മാർ അണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് മുണ്ട ധരിച്ചിരുന്നതായി, ഇസ്ലാം സ്വീകരിച്ചിട്ട് അങ്ങനെ പല്ലും അങ്ങനെ നിസ്കാരമായിട്ട് മുണ്ട ധരിച്ചിരുന്നതായെങ്കിൽ ആറും ക്യാരാക്കലാണ്, ആറും മുപ്പതാക്കലാണ്. എപ്പോഴും കൃപത്തിനായി തുടങ്ങിയ ആൾമാർക്ക് ദീന് ചൊന്നു കൊടുക്കാൻ വേണ്ടി, ആൾമാർക്ക് ഈ ദീനെതിരെ ചൊന്നു കൊടുക്കാൻ വേണ്ടി അങ്ങ് അടിമൂലവും ഉപദ്രാവും തുടങ്ങി. അങ്ങ് സ്വീകരിച്ചതല്ല പ്രോബ്ലമായി അങ്ങ് ആൾമാർ ചൊന്നു കൊടുക്കുക. വീണ്ടും ഞങ്ങൾ ഇത്ര ആൾമാർക്ക് ദീനത്ത് വായിട്ടില്ല, ഞങ്ങൾ ഔത്തുള്ള ദീനത്ത് വായിട്ടില്ല. എനിക്കെല്ലാവർക്കും പേടി, എന്റെ ഔത്തിലെന്ത് ഭർത്താക്കുക, ഇല്ലെന്റെ എന്റെ രാജ്യത്തിൽ എന്ത് ഭർത്താക്കുക, ഞാൻ ആൾമാർ ദീന ചൊന്നിട്ടായെങ്കിൽ എന്റെ ആൾമാർ ദൂരാക്കുക ചൊല്ലുതായെങ്കിൽ പേടി ഇരിക്കുന്ന കാൽക്കൊള്ളിൽ. അങ്ങനത്തെ പേടിക്കുന്നുണ്ടായെങ്കിൽ നാളേക്ക് അല്ലാഹു ആൻസറാക്കണമെങ്കിൽ നമുക്ക് വലിയൊരു ദൗത്യം ഞങ്ങളെ മുൻഗാമിമാർ, ഞങ്ങളെ സ്വഹാബാക്കന്മാർ ഞങ്ങൾക്ക് പടിപാടിതായെങ്കിൽ ആ ദൗത്യത്തെ ഞങ്ങൾ കണ്ടിലാക്കിയിട്ടുള്ള ചൊല്ലുതായെങ്കിൽ വിശദങ്ങൾ എല്ലാവരും ഓരോട്ടം ഓർമ്മയായിരിക്കും. ഞങ്ങൾ എത്ര ആൾമാർക്ക് ഈ ദീനത്ത് പാട്ടിയ, ഞങ്ങൾ എത്ര ആൾമാർക്ക് ഈ ദീൻ ചൊന്നു കൊടുത്താം ചൊല്ലുതായെങ്കിൽ വിശദങ്ങൾ ഞങ്ങൾ എല്ലാവരും എല്ലാ ആൾമാർ പോലും ചിന്തിക്കണമെങ്കിൽ വിഷയം നോക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് റിപ്പോർട്ട് ആക്കുന്നുണ്ടായിരുന്നു. എത്രമാ വർഷങ്ങൾ ട്രാവൽ ആക്കുന്നു ആ സ്വഹാബാക്കന്മാർ, എത്രമാ നിന്നിട്ടും എത്രമാ സഹിച്ചിരിക്കുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ആക്കുന്നേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5374 ഹദീസ് റിപ്പോർട്ട് ആക്കി. എത്ര വർഷത്തിൽ? 3 വർഷത്തിൽ. സഹോദരന്മാരെ, എന്തിനങ്ങ് എത്രമാ വർഷത്തേക്ക് മുസ്ലിം വേണ്ടി ഞങ്ങൾ എത്ര ദീനു വേണ്ടി എത്രയാക്കിയ ചൊത്തു ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5374 ഹദീസ് റിപ്പോർട്ട് ആക്കി. എത്രമാ വട്ടങ്ങൾ പൈച്ചിട്ട്, എത്രമാ വട്ട മദീനത്തെ പള്ളിയിൽ അതിൽ തലത്തിൻ്റെ മൂല്യമുണ്ട്. സ്വഹാബാക്കന്മാർ ചൊല്ലാറ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്രമാ വട്ട പൈച്ചിട്ട് അതിൽ തലത്തിൻ്റെ മൂന്നോയി മദീനത്തെ പള്ളിയിൽ അതിലെപ്പോഴും കണ്ടോയിന്നവിടെ 24 ഘട്ടം മദീനത്തെ പള്ളിയിലേ ജീവിച്ചിട്ട് 3 വർഷം റസൂൽ ഒട്ടിಗೆ ജീവിച്ചിട്ട് അങ്ങ് ദീനിന് വേണ്ടി കൊടുത്തത് ആ സാക്രിഫൈസ്. നോക്കൂ, സ്വഹാബാക്കന്മാരെ വിശദം ചൊല്ലി അങ്ങ് ദീന് പഠിക്കുന്ന സന്ദർഭത്തിൽ, സ്വഹാബാക്കന്മാർ ദീന് പഠിക്കുന്ന സന്ദർഭത്തിൽ അങ്ങ് ചൊല്ലി ഞങ്ങൾക്ക് എത്രമാ ബട്ട ഞങ്ങളുടെ ലൈഫിൽ എത്രമാ ബട്ട ഞങ്ങൾ എല തിന്നത്ത് ജീവിച്ചറ, എല തിന്നത്തിനായി ജീവിച്ചറ. ഞങ്ങളെ മോശം എങ്ങനെ പോയി തിന്നെ ആടും അതേപോലെ പൈന എങ്ങനെ പോകണു അതുപോലെ ഞങ്ങൾക്ക് പോയി തിന്നെ ചൊത്തു ചൊല്ലുമ്പോ സഹോദരന്മാർ എത്ര ഞങ്ങൾ സഹിച്ച, എത്ര പട്ടി വെച്ച സ്വന്തം ഞങ്ങളോട് കേൾക്കും. ഈ ദീൻ സ്വീകരിച്ച പേരില്, ഈ ദീൻ ഇന്നത്തെ പേരില് ഞങ്ങൾ എത്ര സഹിച്ച, എത്ര പണിക്കേറുന്ന ഞങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്. ഈ നിഅമത്തിലെല്ലാം ഞങ്ങൾ നാളെ അല്ലാഹു ആൻസർ ആക്കും. അത് ഫിക്സ് ആയിട്ട് അപ്പൊ ಅದಕ್ಕೆ വേണ്ടി ഞാൻ റെഡിയാവും. നാളെ റബ്ബറൊന്നും ഇന്ദ്രായം ചൊല്ലിക്കും. റബ്ബെ നിക്ക് വേണ്ടി ഞാൻ ചാവിടി നിസ്കരിച്ചില്ല, അങ്ങനത്തെ ഇന്ദ്രായം ആക്കി വെക്കും. നിക്ക് വേണ്ടി എത്ര ആൾമാർ ഞാൻ സ്വതക്കാക്കില്ല, അങ്ങനത്തെ ഇന്ദ്രായം ആക്കി വെക്കും. ഇതിന് 4 ആൾമാർ ഞാൻ ചൊന്നു കൊടുത്തേ, ആ ചൊന്നു കൊടുത്ത പേരിൽ എനിക്ക് അടിമൂത്തു, എന്റെ ഫാമിലിയിൽ നിന്ന് ദൂരാക്കിയാൽ അതെല്ലാം നാളെ അല്ലാഹു അങ്ങ് ചൊന്നിട്ടായി അല്ലാഹു അതെല്ലാം ഞങ്ങൾക്കെല്ലാം ദീനിന് വേണ്ടി ഞങ്ങൾ എന്തിനാണ് ആക്കറ അതെല്ലാം ഞങ്ങൾ റബ്ബു വേണ്ടി ചൊല്ലി ഇരിക്കണം. അല്ലാഹു ഈ സ്വഹാബാക്കന്മാരുടെ ജീവിത ചരിത്രത്തിൽ ഞങ്ങളുടെ ലൈഫും ഫോളോ ചെയ്തെടുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب زدني അള്ളാഹുവിന്റെ നിയമനിർദ്ദേശനത്തെ ജീവിതത്തിലെ പ്രതി ഒരു ಹಂತದಲ್ಲೂ ಫಾಲೋ ಆಗಿ ಜೀವಿಕೊಂಡು ಸ್ವಂತತೆ ಮಾರ್ಕಾಂತ ಮರೋ ನಫ್ಸರೊಟ್ಟಿಗೆ ಇನ್ನೊಂದು ವಸಿಯತೆಗೆ ತುಲ್ಲ ಉಪದೇಶಿಸುತ್ತಿಲ್ಲ ನೋಕರು ಸಹೋದರಮಾರೆ ಚಂದು ಮಂದಿದಾಗಿ ವಿಸೇಡಿಗಳು ಸ್ವಹಾಭಾಗಮಾರ ಆಲೋಚನೆ അങ്ങനെ ലൈഫായി നിന്നിട്ടുണ്ട് നോക്കൂ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിശുദ്ധ ചൊല്ലി والسابقون الأولون من المهاجرين والأنصار والذين اتبعوا بإحسان رضي الله عنه ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك فوز عظيم അല്ലാഹു ചൊല്ലി പരിശുദ്ധമായ ഖുർആനിൽ ആരെങ്കിലും സഹാബിമാർ ചൊല്ലി അങ്ങനെ അങ്കുല്ലതായിട്ട് അജ്രന്തര മുഹാജിർമാരും അൻസാരിമാരും അങ്ങനെ മുന്നോട്ട് വന്നതായിട്ട് ആളുകൾ സ്റ്റാർട്ടിങ് ഇസ്ലാം സ്വീകരിച്ചതായിട്ട് ആൾമാരും ആ സ്വഹാബാക്കന്മാരും അങ്ങ് നല്ലൊരു ഫോളോ ആക്കിയാൽ അല്ലാഹു ചൊല്ലി നല്ലൊരു ഫോളോ ആക്കിയാൽ റളിയല്ലാഹു അൻഹു വറദൂ അൻഹു എന്തിനെ റബ്ബു ചൊല്ലി ഞാൻ മകളെ തൃപ്തിപ്പെട്ട അങ്ങും എന്നെ തൃപ്തിപ്പെട്ട അങ്ങ് നല്ലൊരു സ്വർഗ ഞാൻ വെച്ചില്ലേ അങ്ങ് അവിടെ പോയി അത്ര വലിയ ഭാഗ്യ വേറെ ഇല്ല ചൊന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും സഹോദരന്മാർ എനിക്ക് എത്രമാ ആൾമാർ ഈ സ്വഹാബാക്കന്മാരെ വിശേഷം ഇതിലുള്ള നല്ലവ ആരോഗ്യമായിട്ടുള്ള സ്വഹാബാക്കന്മാരെ ഹദീസിന് റിപ്പോർട്ടാക്കി ഹദീസിന് സ്വഹിയായ ഹദീസിന് എനിക്ക് എത്രമാ ആൾമാർ വിശേഷിച്ചിട്ടുള്ള സലഫിയത്തിന് അടുത്തതായിട്ട് ആൾമാർ പോലും സ്വഹാബാക്കന്മാർ ഈ ഹദീസിന് റിപ്പോർട്ട് ഈ ഹദീസിനെല്ലാം കയ്യിലുള്ള ദൂരാക്കിയിട്ടുള്ള അങ്ങനത്തെ എത്രമാ ആൾമാർ ഞങ്ങളുടെ ഇടയിലുള്ള ഇതെല്ലാം സഹിച്ചതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു പോലും അതിന്റെ ഹദീസ് സ്വീകരിക്കുക തീരാ ചൊല്ലിതായിട്ട് ആൾമാർ ഇല്ല അങ്ങനത്തെ ആൾമാർ യാരെയാ ഈ വൈകാന്ത ഭാഗത്തുള്ള അങ്ങനത്തെ ആൾമാർ ഞങ്ങൾ മുട്ടം വരുവാർ സഹോദരന്മാരെ അതിൽ നമ്മൾ സൂക്ഷിക്കണം ചിലപ്പോ നല്ലൊരു താടി ഇല്ലെങ്കിൽ നല്ലൊരു തോപ്പ് വിട്ടിട്ടേ വരുവാർ അങ്ങനെ ഡ്രസ്സ് നോക്കിയിട്ട് എന്താവണ്ട അങ്ങനെ പല തരത്തിലുണ്ട് അങ്ങനത്തെ എല്ലാം ഞങ്ങൾക്ക് കുറെ ആൾമാർ ഹദീസ് നിഷേധാക്കിയിട്ടുള്ളതാണ് അങ്ങനത്തെ ആൾമാരിൽ ഞങ്ങൾ എല്ലാവർക്കും മനോഹരിക്കാൻ കൊടുക്കും അങ്ങനത്തെ ആൾമാരിൽ യാരെ അങ്ങനത്തെ ഒരു ഹദീസ് നിഷേധാക്കിയത് അങ്ങനത്തെ ആൾമാരിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ അതുമാത്രമല്ല ഈ സ്വഹാബാക്കന്മാരുടെ ലൈഫ് സ്റ്റൈൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങളുടെ മക്കളുണ്ടാവും അങ്ങനത്തെ പേര് നേടിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ വയ്ക്കണായിരുന്നു സ്വഹാബാക്കന്മാർ അങ്ങനെ പേര് എഴുതിക്കൊണ്ട് അങ്ങനെ മക്കൾ ഞങ്ങൾ കൊടുക്കണായിരുന്നു ഇല്ലെങ്കിൽ ഇന്നത്തെ പോലത്തെ ലേറ്റസ്റ്റ് ആയിട്ട് പേരുകളൊന്നും ഞങ്ങൾ കൊടുക്കണായിരുന്നു അങ്ങനെ മക്കൾ കൊടുക്കണായിരുന്നു സ്വഹാബാക്കന്മാരുടെ പേര് നോക്കുന്നു ഉമറിന്റെ പേര് അബ്ദുല്ല അങ്ങനത്തെ പേര് നേടിക്കൊണ്ട് ഞങ്ങൾ വയ്ക്കണായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് മുഹമ്മദ് അങ്ങനത്തെ പേര് കേട്ടിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വയ്ക്കണായിരുന്നു ഇങ്ങനത്തെ പേര് കേട്ടിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ കൊടുക്കണായിരുന്നു അങ്ങനെ നിന്നിട്ട് ആ സ്വഹാബാക്കന്മാരെ ജീവിതം എത്തിക്കുന്നു അങ്ങനെ ഞങ്ങൾ വഴിപാടി കൊടുക്കണായിരുന്നു ഇത് എത്തിക്കൊണ്ട് ഞങ്ങൾ ലൈഫ് നേരത്തെ പറഞ്ഞു ഈ ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയിട്ടായിരുന്നു ഞങ്ങളുടെ മക്കൾക്ക് ഈ സ്വഹാബാക്കന്മാരുടെ ചരിത്രങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് ഭയങ്കര ബിസായിരിക്കും ചരിത്രം ചൊല്ലിച്ചോളും സ്റ്റോറി ചൊല്ലിച്ചോളും എല്ലാവരും സ്റ്റോറി ചൊല്ലുമ്പോൾ ഭയങ്കര കേൾക്കുകയാണ് മക്കന്മാർ സ്വഹാബാക്കന്മാരുടെ ചരിത്രം കേട്ടിക്കൊണ്ട് ഞങ്ങൾ ചൊന്നു കൊടുക്കണേ അല്ലെങ്കിൽ ഏതോ ഒരാളുടെ ഇല്ലെങ്കിൽ ഇല്ല രാംപരമാ സോംപരമാ അങ്ങനത്തെ കഥകളെല്ലാം ഞങ്ങൾ ചൊന്നു കൊടുക്കണായിരുന്നു ഞങ്ങളുടെ മക്കൾ ചൊന്നു കൊടുക്കണായിരുന്നു സ്വഹാബാക്കന്മാരുടെ ചരിത്രം കേട്ടിട്ട് റസൂലിന്റെ ചരിത്രം കേട്ടിട്ട് ഞങ്ങൾ ചൊന്നു കൊടുക്കണായിരുന്നു അപ്പൊ അങ്ങനത്തെ ചരിത്രം ഫസ്റ്റ് ഞങ്ങൾ പഠിക്കണം സ്വഹാബാക്കന്മാർ ആര് ചൊന്ന് ഞങ്ങൾ പഠിക്കണം പഠിച്ചിട്ട് ആ ദീപിൽ ആൾമാർ ഞങ്ങൾ ചൊന്നു കൊടുക്കണം അങ്ങനത്തെ ഒരു ആളായിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ചൊല്ലക്കണം എൻ്റെ മക്കൾ ഞാൻ നല്ലൊരു വേലാണ് എടുത്തുവന്നിരപ്പേ ഒരേ കഷ്ടം അനുഭവിച്ച ആ ടൈമിൽ ആയും നല്ല രൂപത്തിൽ എൻ്റെ മക്കൾ പഠിക്കും നല്ല ഉദ്ദേശത്തിലാണ് പഠിപ്പാടി കൊടുത്തിരപ്പേ അങ്ങനത്തെ ഒരു ആൻസർ ചൊല്ലാവും അങ്ങനെ ഉദാഹരണ എന്തെങ്കിലും ആളുമാറാവും ഇല്ലെങ്കിൽ വലിയൊരു നഷ്ടത്തേക്ക് കിട്ടണമെങ്കിൽ അല്ലാഹു ഞങ്ങളും ഞങ്ങളുടെ മക്കളും നല്ല സ്വാലിയാക്കിയിട്ട് മക്കളാക്കി തരട്ടെ കുറെ ആൾമാരും ദുആത്തിന് വേണ്ടി വസിയത്താക്കിയിട്ടാണ് കുറെ സഹോദരന്മാരും ഒരു സഹോദര നമുക്ക് അതിൻ്റെ ഉമ്മരെ കുട്ടിയൊത്തു അതിൽ ചെന്നൈയിൽ പോയിട്ടുണ്ട് അതിൽ ഹാർട്ട് ഓപ്പറേഷൻ കിട്ടിയിട്ട് അപ്പോൾ പ്രത്യേകമായി ആ സഹോദര ദുആ ഞാനൊക്കെ ആ ഉമ്മടി
ഓപ്പറേഷൻ നല്ല രൂപത്തിലാക്കി കൊണ്ടിരുന്നത് ഈ ഷാഫിയുടെ രൂപ ആ ഉമ്മക്ക് ഒരു നമ്പലമില്ലാത്ത നല്ല രൂപത്തിൽ ഷിഫാക്കി കൊണ്ടിരുന്നത്. അതേപോലെ കുറേ ആളുമാർ കഷ്ടത്തിലുള്ളവർ ആർത്ഥികമായിട്ടും അതേപോലെ സമ്പത്തുമായിട്ടും കുറേ ആൾമാർ കടയിട്ടും ഉള്ളവർ റബ്ബേ അങ്ങനെ എല്ലാവരും നീ റിസ്ക് തന്നോളൂ റബ്ബേ. അങ്ങനെ എല്ലാവരും നീ ആ കടം ആ കഷ്ടത്തെ നീ പോക്കി കൊടു റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين.